സാർ നമസ്കാരം. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ മുഖം അത്ര ഫെമിലിയർ അല്ല. കാരണം സാറിങ്ങനെ എല്ലാ ഹിറ്റ് പടങ്ങളും ചെയ്തിട്ട് അത് ഇൻ്റർവ്യൂസൊക്കെ വരാതെ അല്ലെങ്കിൽ വളരെ കുറച്ച് എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മലയാളി പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു പരിചയമാവട്ടെ സാറിൻ്റെ മുഖം. കാരണം സാറ് പടങ്ങളെല്ലാവർക്കും അറിയാം, പക്ഷേ നിസാർ എന്ന സംവിധായകനെ പറ്റി ആർക്കും അറിയത്തില്ല. യഥാർത്ഥത്തിൽ സാറ് വളരെ ചിലവ് ചുരുക്കി എന്നാൽ ദിവസങ്ങൾ കുറച്ച് അങ്ങനെയുള്ള ഒരു സംവിധായകനാണ്. നമുക്ക് എന്തായാലും അങ്ങനെയുള്ള ഒരു ട്രിക്ക് എന്താണ് സാർ ഉപയോഗിക്കുള്ളത്? ചിലവ് ചുരുക്കി ഈ ദിവസം കുറച്ചെടുക്കാനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ പിന്നെ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് 94-ലാണ്. 94 ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് വളരെ ചിലവൊന്നും ഇല്ലെങ്കിലും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ പക്ക എല്ലാം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സകല ടെക്നീഷ്യൻസ്, ക്യാമറമാൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. അതിലുപരി എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് തുളസി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് 11 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറും വളരെ സ്പീഡിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരു ഷോട്ട് വെച്ച് അത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറാമാനോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അടുത്ത ഷോട്ട് റെഡിയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ഡയറക്ടറാണ് തുളസി സാറിൽ നിന്നാണ് എനിക്ക് ഈ ഇത്രയും സ്പീഡിൻ്റെ ഒരു ഇത് കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇപ്പം അങ്ങനെ പറയാനെ കൊണ്ട് വളരെ ചിലവ് ചുരുക്കി കുറച്ച് ദിവസം കൂടി ഷൂട്ട് ചെയ്ത പടമാണ് ഈ അപരമ നഗരത്തിൽ. അതെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള താരങ്ങളൊന്നുമില്ല, എല്ലാ ഡ്യൂപ്പുകളെ കൊണ്ട് ചെയ്യുകയാണ്. മലയാളി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നുള്ള ഭയങ്കര ആശയക്കുഴപ്പമായിരുന്നു. അത് ഒരുപാട് ലാഭം നേടി പടം കൂടിയാണ്. അതെ. അത് ആലപ്പുഴയിൽ എൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് ഈ പിന്നെ ജഗതി ചേട്ടൻ്റെയും മണിയും കലാഭവൻ മണിയുടെയും ഡേറ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ 2 ആഴ്ച വെറുതെ യൂണിറ്റ് ഒന്നും വിടാതെ ആ ഗ്യാപ്പ് ആലപ്പുഴയിലായിരുന്നു ഷൂട്ടിങ്. അപ്പം കോട്ടയം നസീറിൻ്റെ നവാസും ഞങ്ങളെല്ലാം കൂടെ ഉദയ സ്റ്റുഡിയോയിലിരുന്നപ്പോൾ ആ സമയത്ത് ജേകപുക ഭയങ്കരമായിട്ട് കൈരളി ചാനലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബേസ് ജയൻ തരംഗം ഒരു സംഭവം ചെയ്താലോ എന്ന് വെച്ച് അവിടെ വെച്ച് പ്ലാൻ ചെയ്ത് ടൈറ്റസ് മജു എന്ന് പറഞ്ഞ റൈറ്റേഴ്സിനെ വിളിച്ച് അവരൊരു സംഭവം, ചെറിയൊരു സംഭവം പറയുകയും അത് ഇഷ്ടപ്പെടുകയും ഉടനെ തന്നെ നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ നവാസും നസീറും പിന്നെ വേറൊരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം മരിച്ചുപോയി, മോഹൻ, അദ്ദേഹം കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഷൂട്ടിങ് ആരംഭിക്കുകയായിരുന്നു. അത് 8 ദിവസവും ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയ്ക്ക് അകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു ദിവസം ആലപ്പുഴ ബീച്ചിൽ അതിൻ്റെ ക്ലൈമാക്സ് ബസ്, പിന്നെ ഒരു ദിവസം മദ്രാസിൽ. ഇതിനകത്ത് നായകന്മാരൊന്നുമില്ലല്ലോ, എല്ലാം പുതിയ. കോട്ടയം നസീർ പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ ഡൂപ്പായിട്ട് അഭിനയിക്കാൻ അന്ന് ജയസൂര്യയെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞ് അന്ന് ജയസൂര്യ സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ നസീറാണ് വിളിച്ചു വരുത്തിയിട്ട് എന്നെ ജയസൂര്യയെ കൊണ്ട് നസീർ സാറിൻ്റെ ഡൂപ്പായിട്ട് അഭിനയിപ്പിച്ച്. ആദ്യമായിട്ട് ജയസൂര്യ അപരമ നഗരത്തിലാണ് ചെറിയൊരു വേഷത്തിൽ. വലിയ സംഭവമാണെന്ന് ബോധ്യമായിരുന്നു സാറിന്. അതുപോലെ തന്നെ സത്യത്തിൽ 3 Men ആർമിയിൽ ദിലീപ്, ഇന്ദ്രൻസ്, പ്രേംകുമാർ ഇവരായിരുന്നെങ്കിലും ഞാൻ ആദ്യം ചെയ്ത 94-ൽ ഡയറക്റ്റ് ചെയ്ത പടമാണ് സുദിനം, ജയറാം മാധവി. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആയിരുന്നു. അപ്പോൾ കെ ഹരിദാസിനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ വിജി തമ്പിയുടെ ഒരു പടം തീരാത്തതുകൊണ്ട് കെ ഹരിദാസ് വരാൻ 2 ആഴ്ചയെങ്കിലും താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഈ തുളസിദാസ് സാറിൻ്റെ കൂടെയും കമലിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാം ചങ്ങനാശ്ശേരി മദ്രാസിലെ ഉമാ ലോഡ്ജിലാണ് താമസിക്കുന്നത്, കോടമ്പക്കത്തിൻ്റെ അടുത്തുള്ള. അപ്പം അങ്ങനെ ദിലീപായിട്ടും ലാൽ ജോസുമായിട്ടും ഞങ്ങൾ വളരെ ഈ ഇപ്പുറത്ത് റൂമിലായതുകൊണ്ട് വളരെ പരിചയമുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ലാൽ ജോസിനോട് ചോദിച്ചിങ്ങനെ, നീ വരാമോ എന്ന് ചോദിച്ചു. അയ്യോ, കമൽ സാർ വിടത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കമൽ സാറിനോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. കമൽ സാറിനോട് അനുവാദം വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ലാൽ ജോസ് ആദ്യമായിട്ട് കമലിൻ്റെ അടുത്തുനിന്ന് മാറി ഒരു പടം അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സുദിനമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് അതിൻ്റെ അകത്ത് സുധീഷ് ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ആദ്യം ദിലീപിനെ കൊണ്ട് ചെയ്യിക്കാൻ സുധീഷിനോട് പറഞ്ഞും പോയി. അപ്പോൾ അന്ന് സുധീഷ് ഭയങ്കര തിരക്കുള്ള സമയം. അപ്പോൾ സുധീഷ് വന്നില്ലെങ്കിൽ നമുക്ക് ദിലീപിന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവസാനം സുധീഷ് വരികയും ചെയ്തു. ദിലീപിനത് പറഞ്ഞായിരുന്നോ? ആ, ദിലീപ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, വളരെ പ്രതീക്ഷയോടിരിക്കുകയാണ്. അപ്പം ഒരു സാധ്യത കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ സുധീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു പ്രതീക്ഷ പോയപ്പോഴത്തേക്ക് പിന്നെ വേറെ എന്താ ചോയ്സ് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് എഴുതിയത് ബാബു ജനാർദ്ദന്. അങ്ങനെ സുധീഷിൻ്റെ കൂട്ടുകാരനായിട്ട് രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതൊരു 8-9 സീൻ വരുന്ന അത് ദിലീപിനെ കൊണ്ട് ചെയ്യും. അപ്പോൾ ദിലീപ് രാവിലെ വരും, വൈകിട്ട് വരെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക്
പ്രോഗ്രാം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവും, പിന്നെയും വരും. ഞങ്ങളങ്ങനെ അങ്ങനെ ചെയ്തൊരു പടം. അതിന് ശേഷമാണ് സുധനം ചെയ്ത് എനിക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു കൊല്ലം അടുത്തായെന്ന് തോന്നുന്നു. 95 സാറേ ഞാൻ ദിലീപിലേക്ക് തന്നെ വരികയാണ്. സാർ പിന്നെ ദിലീപിനെ വെച്ച് പിന്നെയും പടം എടുക്കണം, ത്രീ മെൻ ആർമി. ത്രീമന്നാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിജയ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കച്ചവട സാധ്യതയുള്ള നടനായി മാറുമെന്നൊക്കെ. അല്ല, അന്ന് ഞങ്ങൾ ത്രീമന്നാർമി ചെയ്യുമ്പോഴത്തേക്ക് അത് പിന്നെ നന്ദു എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറായിരുന്നു. ഉള്ളൂരിൻ്റെ കൊച്ചുമോനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നന്ദു ആലോചിച്ചപ്പോഴത്തേക്ക് ആൽബിൻ ആൻ്റണി ആയിട്ട് എനിക്ക് വളരെ പരിചയമുള്ള നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ആൽബിൻ ആൻ്റണിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഫുൾ കോമഡിയാണ്. അപ്പം ആൽബിൻ ആൻ്റണി സ്വന്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങാം, അങ്ങനെ തുടങ്ങിയതാണ് ഗോൾഡ് സ്റ്റാർ. അപ്പോൾ അങ്ങനെയാണ് ദിലീപിനെയും പ്രേംകുമാറിൻ്റെയും ഇന്ദ്രൻസിനെയും വെച്ച് ഞങ്ങൾ ത്രീമന്നാറിയും ആരംഭിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ആലുവ പാലസിൽ രാവിലെ ദിലീപ്, നാദിർഷ, ഹരിശ്രീ അശോകന്, ബാബു ജനാർദ്ദൻ, ഗോവർദ്ധനാണ് സ്ക്രിപ്റ്റ്. എങ്കിലും ബാബു നമ്മളോടുള്ള ഇതുകൊണ്ട് ബാബു ഇങ്ങനെ വരും. അങ്ങനെ ഞങ്ങൾ ഇവർ ഓരോ കോമഡികൾ പറയും, അങ്ങനെ വർക്ക് ചെയ്ത് ഓരോ സീനും വർക്ക് ചെയ്താണ്. നാദിർഷാണ് ഖാദിയൻ്റെ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് ക്ലൈമാക്സ് ആകുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് അഖിലേഷ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള അഖിലേഷ്, ഞങ്ങളിങ്ങനെ തമ്പുരു ഹോട്ടലിൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ടി വിയിൽ കാശ്മീർ ഓടിക്കൊണ്ടിരിക്കുന്നു. കാശ്മീരത്തിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലൈമാക്സ് കിട്ടി. കാശ്മീരത്തിലെ ആ ക്ലൈമാക്സ് ഞങ്ങൾ കോമഡിയായിട്ട് വർക്ക് ചെയ്ത് ഇന്ദ്രൻസിൻ്റെ പെൺവേഷം കെട്ടിച്ച് അതിൻ്റെ അകത്ത് സുരേഷ് ഗോപി വേറൊരു വേഷത്തിൽ വരുന്ന പോലെ ഇന്ദ്രൻസിൻ്റെ പെൺവേഷം കെട്ടി. അങ്ങനെയാണ് ത്രീ മെൻ ആർമിയുടെ ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. അവിടെ കാശ്മീർ കോപ്പി അടിച്ചതാണ് അതിൻ്റെ അതേപോലെ എടുത്ത് ക്ലൈമാക്സ് ആക്കിയതാണ് ആ പടം. സത്യത്തിൽ പിന്നെ ആൽബിൻ ആൻ്റണിക്ക് അത് അന്നത്തെ രീതി വെച്ച് നോക്കുമ്പോൾ അത് 17-18 ദിവസമായിരുന്നു ഷൂട്ടിങ്. വളരെ ലോ ബഡ്ജറ്റ് ചെയ്തതാണ്. 18 ദിവസം എടുത്തോളൂ. കൊച്ചിയിൽ ഒരു സ്ഥലം തന്നെ കേരളമായിട്ടും വിജയരാഘവൻ ഈ ദിലീപിനോട് ഇവരോട് കഥ പറയുന്നതും ഒരു ലൊക്കേഷനാണ്. അതിൻ്റെ ലൈറ്റപ്പ് മാറ്റിയിട്ട് അന്ന് അതിൻ്റെ ക്യാമറമാൻ വേണുഗോപാലായിരുന്നു, കാരന്തൂർ, കോഴിക്കോടുള്ള. അതിൻ്റെ ലൈറ്റപ്പ് മാറ്റിയിട്ട് ആ സെയിം സ്ഥലം തന്നെയാണ് ബോംബെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അല്ല, അതിനകത്ത് ഇന്ദ്രൻസിൻ്റെ വേഷമൊക്കെ രജനീകാന്തിൻ്റെ വേഷമൊക്കെ അത് അങ്ങനെ തന്നെ അതൊരു ലുക്ക് കൊണ്ട് പുള്ളിക്ക് ആ ഒരു ലുക്ക് കൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്ത അത് ആ രീതിയിൽ തന്നെ അങ്ങ് നമ്മൾ പിന്നെ ഇത്രയേറെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അല്ല, ചെയ്യുന്ന മുമ്പ് തന്നെ ഒന്നുമല്ല. അതെ ജനം സ്വീകരിക്കുമെന്ന് നമ്മൾ പോലും വിചാരിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഷോ തന്നെ ഓൾ സ്റ്റേഷൻ ഭയങ്കര റിട്ടേൺസ് ആയിരുന്നു ഫുൾ. അപ്പോൾ ദിലീപ് അത്രത്തോളം കത്തി കയറിയിട്ടില്ലല്ലോ സാർ, ഇത് വരുന്നതല്ലേ ഉള്ളൂ. ദിലീപിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു പടം വിജയിക്കും. അതെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപ് തന്നെ അതിൻ്റെ സമയമെടുത്ത് എന്നോട് പ്രത്യേകം പറയും, ഡബ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അന്ന് ഈ മിമിക്രിയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, വേറെ ആർട്ടിസ്റ്റുകൾ കയറി വരാതെ നോക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിച്ച് ഒരുപാട് സമയമെടുത്തൊക്കെയാണ് ദിലീപ് അത് ചെയ്തത്. ഇപ്പോൾ ഈ സൗണ്ടില്ലേ, സൗണ്ട് അനുകരിക്കുമ്പോൾ ആരെങ്കിലും ആകല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലല്ലേ, എല്ലാം അത് നല്ല രീതിയിൽ തന്നെ പോവുകയും ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ പടനായകൻ ദിലീപ് അഭിനയിച്ചു. പിന്നെ ഒരു വില്ലൻ സ്റ്റൈൽ വേഷത്തിൽ അഭിനയിച്ചാണ് മലയാള മാസം ചിങ്ങം വന്നത്. പ്രേംകുമാറും ദിലീപുമായിരുന്നു. സാർ ദിലീപിനെ വെച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല കുറേ പടങ്ങൾ അങ്ങനെ. അതെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് അദ്ദേഹം ഇല്ല, ഞങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് എല്ലാ ഇതിനും കൂടെ പറയൂ, ഇന്ന സംഭവങ്ങളൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാം? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടെ ചേർന്നുള്ള ഇതായത് ഇപ്പം നമ്മൾ പടനായകനിലാണേലും കുട്ടേട്ടനുമായിട്ടും ദിലീപുമായിട്ടും ഇരുന്ന് നമ്മൾ പല സീനുകളും റഫീക്സിലായിട്ടായിരുന്നു അത് എഴുതിയത്. ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ എല്ലാവരുടെയും ഇത് രീതിയിൽ നല്ലതാണെന്ന് തോന്നുന്നത് മാറ്റി തന്നെ ചെയ്താണ് ചെയ്യുന്നത്. വിജയരാഘവനാണല്ലോ നായകൻ. അല്ല, വിജയരാഘവൻ. അപ്പം അതിനകത്ത് അങ്ങനെയുള്ള പരാതി ഒന്നുമില്ല ദിലീപിനില്ലായിരുന്നു ആ സമയത്ത്? ഒന്നുമില്ല. അതിൻ്റെ അകത്ത് സത്യത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിജയരാഘവൻ എന്നോട് ചിലപ്പോൾ ചൂടാകാറുണ്ട്. അത് എനിക്കൊന്നും പറയാനില്ല, ഞാൻ ചുമ്മാ സീനിൽ നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞു കുട്ടേട്ടനെ കുറിച്ചാണ് ദിലീപ് പറയുന്നത്. കുട്ടേട്ടൻ വന്ന് ഡബ്ബിങ്ങിന് കാണുമ്പോൾ വിജയരാഘവനെ കുറിച്ചാണ് ദിലീപ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് മാറിക്കിട്ടി. അങ്ങനെ പരാതി ഉണ്ടായിരുന്നില്ലേ? അത് പക്ഷേ ഡബ്ബിങ്ങിൽ പ്രശ്നം തീർത്ത്. അല്ല, പടം കാണുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മൾ ഈ ഷോർട്ട് ബൈ എടുക്കുമ്പോഴത്തേക്ക് ഓരോ ഷോട്ടിലും വെറുതെ നിൽക്കുകയാണ്, അവിടെ ദിലീപ് കയറി ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപ് പറയുന്നത് മുഴുവൻ കുട്ടേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്.
അന്നേ സാറിന് ഓർമ്മയുണ്ടോ ഈ ദിലീപ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രസ്ഥാനമായിട്ട് മാറും അന്നേ ചിന്തയുണ്ടായിരുന്നു? അല്ല, ദിലീപിനെ സംബന്ധിച്ച് അത് പിന്നെ ഒരു സംഭവം വിജയിപ്പിക്കാനായിട്ട് അത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും തൊട്ടേ നമുക്ക് പരിചയമുള്ളതാണ്. ആ ഒരു ഇത് വെച്ച് ഞങ്ങൾ അത്ര സുഹൃത്ത് ബന്ധവും ഇതുമൊക്കെയാണ്. അതനുസരിച്ച് നമ്മൾ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന് തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു നടൻ തന്നെ ഉണ്ടായിരുന്നോ? അന്നേരം ചെറിയ വേഷങ്ങൾ ചെയ്യുമായിരുന്നു. കമൽ സാറിൻ്റെ കൂടെയും ചെറിയ വേഷങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാർ ഇത്രയും പടങ്ങൾ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക, മോഹൻലാൽ ഇവരെ പോയി ഇച്ചിരി പടം ചെയ്യാൻ പറ്റാതെ പോയി? അതൊന്നുമില്ല. ഞാനൊരു സബ്ജക്റ്റുമായിട്ട് പിന്നെ മമ്മൂക്കയുടെ കൂടെ പോയതാണ്. അനീഫിക്കൊക്കെ പറഞ്ഞിട്ട് ട്രൂത്തിൻ്റെ ലൊക്കേഷൻ നടക്കുമ്പോൾ സബ്ജക്റ്റ് പറയാനായിട്ട് പോയിട്ട് അവിടെ ഈ ഫുൾ സീനിൽ മമ്മൂക്കായുണ്ട് സബ്ജക്റ്റ് പറയാനൊത്തില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞിങ്ങനെ അടുത്ത പടം ഊട്ടിയില്ല, നീ അങ്ങോട്ട് പോവാ, നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. പിന്നെ ഞാനങ്ങോട്ട് പോയില്ല. മമ്മൂക്ക ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ? അല്ല, നമ്മൾ ഇത് കണ്ടു. നമ്മളെ ഇപ്പോൾ ഓട്ടോ പ്രദേശ സമയത്തൊക്കെ പിന്നെ ജഗദീഷിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ കഥയൊക്കെ പറയാനായിട്ട് മമ്മൂക്കയുടെ റൂമിൽ പോയിട്ടുണ്ട്. പരിചയം ഇതുമൊക്കെ ഉണ്ട്. അതല്ല, പിന്നെ നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയിട്ടേ ഇവരുടെ അടുത്ത് പോകാവൂ. ഇപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്തും നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് തീർക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. മമ്മൂക്ക അടുത്ത് ഊട്ടിയിലോട്ട് പിന്നെ പോയതില്ല? പിന്നെ പോയിട്ടില്ല. അതെന്താ പേര് മടിച്ചെന്തായിരുന്നു? ചിലപ്പോൾ നടന്നായിരുന്നെങ്കിലോ? അല്ല, നടക്കുമായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ പോയില്ല. അല്ല, അത് കാരണമൊന്നുമില്ല. കാരണം കുറച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് സമയം ചിലവഴിക്കണം. ആ സമയത്ത് നമ്മൾ ഏതാ 3 Men Army ഒക്കെ കഴിഞ്ഞ വർഷത്തിൽ 4 പടമൊക്കെ ചെയ്ത സമയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയം ഇവിടെ നമുക്ക് വേറെ പണി ചെയ്യാം. ചെറിയ പടങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോകും. ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സബ്ജക്റ്റ് ഒന്നും സംസാരിച്ചിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ സബ്ജക്റ്റ് സംസാരിച്ചിട്ടേ ഇല്ലില്ല. ബാക്കി എല്ലാവരുമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഏട്ടനായിട്ട് ചെയ്തിട്ടുണ്ട്, ജയറാം, ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. നടിമാരാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് പറ്റിയ കഥയില്ലാത്തതുകൊണ്ട് മാത്രമാണ് നല്ലൊരു സബ്ജക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കും. ഈ സാറിൻ്റെ സബ്ജക്റ്റുകളെല്ലാം സിമ്പിൾ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനകത്തൊരു ത്രെഡുണ്ട്. നന്ദഗോപാലിൻ്റെ കുസൃതി ആയാലും ഈ പറഞ്ഞ എല്ലാത്തിലും ആ കഥ ഇവർക്ക് പറ്റത്തില്ലേ? ഇവരെ സമീപിച്ചാൽ അല്ല, നമുക്ക് അവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കും. ഈ 3 Men Army പോലൊരു പടം മമ്മൂക്കയോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യുമായിരിക്കും? അല്ല, അത് മമ്മൂക്കയെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ അത്. അതിൻ്റെ അകത്ത് ദിലീപ് എന്ന് പറഞ്ഞൊരു കാതിയനാണ്. മറ്റേ ഇന്ദ്രൻസ് പിന്നെ രജനീകാന്തിനെ സ്നേഹിക്കുന്ന ഒരാൾ, പ്രേംകുമാർ വേറൊരു കാര്യത്തിൽ. ഞാൻ പഴയതിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ അപരന്മാർ നഗരത്തിലെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അത് ഇത്രത്തോളം വിജയസാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പടത്തിന് എന്നോട് അത് അന്നത്തെ സാറ്റലൈറ്റ് അത് എടുത്തത് സെൻട്രൽ പിക്ചേഴ്സ് വിജി പറയുന്ന പടം റിലീസായി ഒരാഴ്ച കഴിഞ്ഞ് പൈസ വാങ്ങിച്ച ഒരു പ്രൊഡ്യൂസർ ഇതാണെന്നാണ് പറയുന്നത്. മോനോട്ടിന് വരും റിലീസായി കഴിഞ്ഞിട്ട്. അത്രയും മുടക്കുമുതലുള്ളായിരുന്നു തുടക്ക സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാളക്കുഴി അവസാനിപ്പിച്ചതായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇത് അതിൻ്റെ റിലീസിന് എല്ലാ പ്രിൻറ്റും അടിച്ച് വിജയലാബി വെച്ച് എല്ലാം പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബിഗിനിങ് ടൈറ്റിലിൽ കോളിലത്തിലെ ഹെലികോപ്റ്ററിൻ്റെ ആക്സിഡൻറ്റ് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ വിജയ മൂവീസിൽ സേവിച്ചേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്തു തരണം. എന്താ ചോദിച്ചു പറഞ്ഞു, നമ്മൾ ബിഗിനിങ്ങിൽ ടൈറ്റിൽ ഈ നെഗറ്റീവിൽ കാണിക്കുന്നുണ്ട്, അത് ക്ലൈമാക്സിൽ ഡയറക്ടറെ കാർഡ് കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റീവിൽ കാണിക്കണം, എനിക്ക് വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു അത് വേണം, ഇനിയിപ്പോൾ എല്ലാ പണിയില്ലേ, ഒന്നുമല്ല നിസാർ, എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടൈറ്റസ് മൗജുവിനെ വിളിച്ചൊരു നരേഷൻ. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് കമൻട്രി പറഞ്ഞിരിക്കുന്നത് ഞാനാണ്, ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അത് നിസാർ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അരവിന്ദ് ഓടിയെ പോകുന്നു, ആ സൗണ്ട് എടുക്കുന്നു, ഇതെല്ലാ പ്രിൻറ്റിലും റീൽ എൻഡിൽ ഇത് ജോയിൻ ചെയ്യുന്നു. ഞാൻ അത് ഫസ്റ്റ് ഡേ എറണാകുളം സവിതയിൽ ആണ് ഞാൻ പടം കാണുന്നത്. എൻ്റെ കാർഡും കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ ഫുൾ ജനം സൈലൻ്റായിട്ട് അവിടെ നിന്ന് ഈ ക്ലൈമാക്സ് പോസിറ്റീവ് ഹെലികോപ്റ്റർ ആക്സിഡൻറ്റും ഇതും കണ്ടിട്ടാണ് ജനം ഇറങ്ങിയത്. അത്രയ്ക്ക് നിശബ്ദതയായിരുന്നു. അതാണ് ഒരു നടനോടുള്ള നമ്മുടെ ജനത്തിൻ്റെ ഒരു സ്നേഹം മനസ്സിലായി. ആ ഒരു നടനെ ഒരു മിമിക്രിക്കാരനോട് പുനർജനിപ്പിക്കുകയാണ് സാർ അനുഭവിച്ച വെല്ലുവിളി ഞാൻ ചിന്തിക്കുക. അതെ, അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ റീക്രിയേറ്റ് ചെയ്യുമ്പോഴേ സാർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും?
അല്ല അത് നമ്മൾ നമ്മൾ തന്നെ സത്യത്തിൽ രാജസാഹിബിനെ കൊണ്ട് ചില കൈയുടെ ആക്ഷൻസ് കുറച്ച് ഓവറാക്കി ചെയ്യിച്ചിട്ടുണ്ട്. അത് ജയൻ്റെ ഫാമിലി കണ്ടിട്ട് അതിനെക്കുറിച്ച് രാജസാഹിബിനോട് പറഞ്ഞു. രാജസാഹിബിന് അതൊരു ഹ്യൂമറിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അങ്ങനെ ചെയ്തത് ഒരു ഇച്ചിരി മോശം. ബാക്കി എല്ലാവർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് കൈകൊണ്ടിങ്ങനെ കാണിക്കുന്ന ഒരു സംഭവങ്ങൾ എഫക്ട്സ് കൂടുതൽ കൊടുത്തിട്ട് അത് നമ്മളൊരു കോമഡിക്ക് വേണ്ടി ചെയ്തൊരു സംഭവമാണ് അത്. പക്ഷേ അത് ജനം ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അയാളെ സ്വീകരിച്ചു. അത് 20 കൊല്ലം മുമ്പ് ഒരു പ്രൊഡ്യൂസർ 20 കൊല്ലത്തിന് കോമാ സ്റ്റേ ചെയ്യുന്ന 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് പുള്ളി ഇപ്പോഴും ആ 20 കൊല്ലം മുമ്പാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ടുവരണം. അപ്പോൾ അന്ന് പുള്ളി പ്രൊഡ്യൂസറാണ്. ജയനെ വെച്ചൊക്കെ അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്യുവാണ് ജയൻ്റെ ഷൂട്ടിങ്ങും ഇതുമൊക്കെ. അല്ല, ഇവരൊക്കെ കുടുംബക്കാർ ജീവനോടുണ്ട്, പ്രേംസാറിൻ്റെ കുടുംബക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഡൂപ്പുകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വൾഗറാക്കി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വൾഗറാക്കി ഇവരെ സാർ എങ്ങനെ നിയന്ത്രിച്ചു? ഇത് കറക്റ്റാണ് സാർ? അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അവർ കൊല്ലത്തൊക്കെ പടം റിലീസ് ചെയ്ത് അവർ വളരെ ഇതായിരുന്നു. ആ ഒരു പടം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഈ രാജസാഹിബ് തന്നെ 1000-ലേറെ ഇത് ഉദ്ഘാടനങ്ങളുമായിട്ട് തന്നെ അവൻ ജീവിച്ചിട്ടുണ്ട്. ഈ ഒറ്റ പടം കൊണ്ട്, ആ ഒരൊറ്റ പടം കൊണ്ട്. ശരിക്കും രാജസാഹിബിന് ഒരു ബ്രേക്ക് കൊടുത്തൊരു പടമാണ്. അതെ അതെ, വേറെ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേറെ വേഷം കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. ശരിക്കും രാജസാഹിബിനൊക്കെ എന്താ സംഭവിച്ചത് സാർ? ഇത്ര നല്ല കഴിവുകൾ നടന്നല്ലേ? മിമിക്രി ആയതുകൊണ്ട് മാത്രമാണോ? എന്ന് പറയാനൊക്കത്തില്ല. അവർക്കായിട്ടുള്ളൊരു സംഭവങ്ങൾ വരാത്തതായിരിക്കാം. നമ്മളന്നപ്പോൾ അത് പിന്നെ ഈ ആദ്യം ജഗബഗ ചെയ്ത ജയൻ പുള്ളിക്ക് എന്തോ താല്പര്യക്കുറവ്, പുള്ളി വരുന്നില്ല എന്ന് നസീർ പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരാളുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ശരി പുള്ളിയെ വിളിക്കുമെന്ന് പറഞ്ഞ് രാജസാഹിബ് വരുന്നു. നമുക്ക് ഓക്കെ, പെട്ടെന്ന് ഷൂട്ടിങ്ങും തുടങ്ങണമല്ലോ. അങ്ങനെ ഒരു സംഭവം വന്ന് രാജസാഹിബ് അത് വളരെ രീതിയിൽ ചെയ്യുകയും ചെയ്തു. എത്ര രൂപ അതിൻ്റെ മുതൽമുടക്കം ഉണ്ടായിരിക്കും എല്ലാം കൂടെ? അതെനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്തൊരു 18-20 രൂപ, 20 ലക്ഷം രൂപ. എത്ര രൂപ നേടിക്കാണ്? അത് നല്ല രീതി എത്രയാണ്? 50 ലക്ഷം നേടിക്കാം, അതിലൊക്കെ കൂടുതൽ, 1 കോടി നേടിക്കാണ്. പിന്നെ അതിൻ്റെ ഏതായാലും 50 കൂടുതൽ നേടിക്കാണും. ആദ്യത്തെ 3 ദിവസം ഓൾ സ്റ്റേഷൻ ഫുള്ളായിരുന്നു ആ പടം. പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു ഒറ്റ പടം കൊണ്ട്. ആ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു. ഇവർക്ക് മുടക്കുമുതൽ തന്നെ ഫസ്റ്റ് ഡേ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത്. സാർ ഇത്ര പ്രതീക്ഷിച്ചായിരുന്നു കാര്യം ഇത് വിജയിക്കുന്നു? ഇല്ലില്ല, അത്രയൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കോമഡി സംഭവം ഒരു ആവറേജ് പോകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ജയനോട് ശരിക്കും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും ആ ഒരു ആർട്ടിസ്റ്റിന് എല്ലാവരും അല്ല എന്തായാലും ഒരുപാട് കലാമണി പോയാലും ഒരുപാട് പ്രേംസാർ ഒക്കെ പോയി. പക്ഷെ എന്നാലും ജയനോടുള്ള ഇഷ്ടം എന്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത് ഇപ്പോഴും? സാർ എന്താ ചിന്തിക്കുന്നത്? അതെന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഇത്ര വർഷമായില്ലേ? ഇത്ര വലുതായി. ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നില്ലേ, ജയൻ ഇന്നടത്തുണ്ടെന്ന് കണ്ടു, ജയനെ ഇന്നടത്ത് കണ്ടു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. ജയൻ്റെ മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ കിടപ്പുണ്ട്, അത് സാർ അറിഞ്ഞായിരുന്നോ? അത് അറിഞ്ഞിരുന്നു. ജയൻ്റെ മോൻ ആയിരിക്കുമോ? അറിയത്തില്ല. എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, എന്നെ DNA ടെസ്റ്റ് നടന്നൊക്കെ പറഞ്ഞ പുള്ളി കിടപ്പുണ്ട്. ആ വാർത്ത ശ്രദ്ധപ്പെട്ടായിരുന്നല്ലോ. ജയൻ അങ്ങനെയൊക്കെ? അങ്ങനെയൊന്നും വളരെ ക്ലീൻ ഒരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. ഇല്ലില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന് പറയുന്ന ദിവസങ്ങൾ കൂടിയ ഒരു പടം എടുക്കുക, ഒരു ബഹളപ്പടം. 10-35 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. അതിൻ്റെ ചരിത്രം പറ സാറോ, അതെങ്ങനെയാണ്? അത് എൻ്റെ സുഹൃത്താണ് അനിൽ മേനോൻ, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ KS നൗഷാദാണ് എഴുതിയത്. അദ്ദേഹം ഈ സബ്ജക്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തോന്നിയത്. അന്നങ്ങനെ കുട്ടേട്ടനോട് സംസാരിച്ചപ്പോൾ കുട്ടേട്ടൻ്റെ താല്പര്യം. അതിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ആരുമില്ല, എല്ലാവരും ഉണ്ട്. 24-25 ആർട്ടിസ്റ്റുകളുണ്ട്. കുട്ടേട്ടന്, കലാഭവൻ മണി, ജഗതി, ലാലു അലക്സ്, തിലകേട്ടൻ, അങ്ങനെ ഒരുപാട് എല്ലാവരും ഉണ്ട്. രഞ്ജിത, KPC ലളിത, എല്ലാം ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് ഷൂട്ട് ചെയ്തത്. ബഹളങ്ങളൊക്കെ ഉള്ള ഒരു ദിവസങ്ങളായിരുന്നു. ബഹളങ്ങളൊക്കെ ആയിരുന്നു. സത്യത്തിൽ എൻ്റെ സ്ഫടികത്തിൻ്റെ ആ ഡയറക്ടർ വത്സനായിരുന്നു. അത് വത്സന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ബ്രിട്ടീഷ് മാർക്കറ്റ് വേറൊരു പയ്യനാണ് ചെയ്തത്. അപ്പോൾ വത്സൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏതൊരു സാധനത്തിനും ഞങ്ങൾ പൈസ കൊടുത്താണ് കാര്യങ്ങൾ സാധിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് 5 പൈസ ആർക്കും കൊടുക്കുക. ഒരു മീൻ ഒരു സീനിലേക്ക് വേണമെങ്കിൽ, ഒരു വലിയ മീൻ വേണമെങ്കിൽ അവിടെ മീൻ വിൽക്കുന്നവർ ഇക്ക എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിലായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കുടുംബമൊക്കെ. അപ്പോൾ ആ ഒരു സ്നേഹം, നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരുടെ പടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അവിടെ ലൊക്കേഷനൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റ് കാസ്റ്റിങ്ങും ഇത്രയും ചിലവ് മുടക്കി പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടാൻ പറ്റാത്തത് എന്തായിരിക്കും? അല്ല, അത് വിജയമായിരുന്നു ആ പടം. ബ്രിട്ടീഷ് മാർക്കറ്റ് നല്ല വിജയമായിരുന്നു, സാമ്പത്തികമായിട്ട് വിജയമായിരുന്നു.
വിജയരാഘവൻ എന്ന് പറയുന്ന നടനിലേക്ക് മാത്രം വിജയരാഘവൻ ഭയങ്കരമായ ചേഞ്ചായിട്ട് ഒരു വേഷം ചെയ്തത്, ഒരുപക്ഷെ അതിലും വിജയനെ വേറൊരു ഹീറോ ആണ് അത് ചെയ്തിരുന്നെങ്കിലും. പക്ഷെ വിജയരാഘവൻ അത് കുട്ടേട്ടൻ അസലായിട്ട് ചെയ്തൊരു പടമാണ്. സാർ അങ്ങനെ ശ്രമിക്കാതെ എന്തുകൊണ്ടായിരുന്നു? അല്ല വിജയരാഘവന് പകരം വേറൊരു അല്ല, നമുക്ക് അന്നത്തെ രീതി വെച്ച് അത് കുട്ടേട്ടനെ കറക്റ്റാണ്. കുട്ടേട്ടൻ അന്ന് നല്ല മാർക്കറ്റും ഇതുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടേട്ടനെ വെച്ച് ചെയ്തൊരു സംഭവമാണ്. വേറെ നടന് കുറച്ചുകൂടി കയറിപ്പോയെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പറയാനൊക്കത്തില്ല. ഇതിപ്പം ഒരു നല്ല രീതിയിൽ തന്നെയായിരുന്നു അത്. അതെന്ന് വെച്ചാൽ അതിൻ്റെ അന്ന് ഈ ഫൈറ്റേഴ്സ് യൂണിയൻ സ്ട്രൈക്ക് ആയതുകൊണ്ട് ലൊക്കേഷൻ കമ്മിറ്റായ ചെറിയൊരു 2 ഫൈറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ 5 ഫൈറ്റ് ഒരുമിച്ചായിരുന്നു എടുത്തത്. അത് ദിലീപും വിജയരാഘവനും ഒക്കെ അത് ഫുൾ സഹകരണമായിരുന്നു ഞങ്ങൾക്ക്. അതായത് എല്ലാ ദിവസവും ഫൈറ്റാണ്. സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഫൈറ്റ് തീർക്കാനുള്ളൂ, ബാക്കിയെല്ലാം തീർത്ത്. അതൊരു സങ്കല്പ ഗ്രാമം വെച്ചൊരു നല്ലൊരു സംഭവമായിരുന്നു അത്. ഈ അതിനുശേഷം ജഗദീഷ് അല്ലെങ്കിൽ ജഗദീഷിൻ ടൗൺ കൂടുതൽ ജഗതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ജയചേട്ടൻ്റെ പിന്നെ എൻ്റെ മിക്ക പടത്തിലും ഉണ്ട്. ആദ്യത്തെ സുദിനം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പടത്തിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ജയചേട്ടൻ്റെ ഡേറ്റ് ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ജയചേട്ടൻ എന്താന്ന് കൈകൊണ്ടുള്ള ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞൊരു 3 ദിവസം. നടക്കത്തില്ല. ഞാൻ പറഞ്ഞു 2 ദിവസം. ഇല്ല. ഞാൻ പറഞ്ഞു 1 ദിവസം. എങ്കിൽ വാ, നീ എന്നാ തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞൊരു 15-ാം തീയതി തുടങ്ങും. എത്ര ദിവസമുണ്ട്? ഒരു 10-14 ദിവസമുണ്ട്. ശരി, നീ കൺട്രോളറോട് വിളിക്കാൻ പറ, ഇതിൻ്റെ ഇടയ്ക്ക് 1 ദിവസം ഞാൻ അവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ദിവസത്തിൻ്റെ തലേദിവസം രാത്രി പുള്ളി വന്ന് രാവിലെ കറക്റ്റ് ഒരു 6:30-7 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷനിൽ പുള്ളി റെഡിയാണ്. അപ്പോൾ വന്നാടനെ എന്നോട് ചോദിക്കുന്നത് നീ എന്നെ പാതിര ആക്കുമോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല. ജയചേട്ടൻ എത്ര മണിക്ക് പോകണം? ഞാൻ പറഞ്ഞു എനിക്കൊരു 9-10 മണി. വേണ്ട, ഞാൻ 8 മണിക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഞാൻ കറക്റ്റ് പുള്ളിക്ക് ബ്രേക്ക് 1 മണിക്ക് തന്നെ കൊടുക്കും. 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പറയും, 7:45 കഴിഞ്ഞ് അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പറയും ജയച്ചേട്ട പോകാമെന്ന് പറയും. ഞാനിപ്പോൾ പോകാം, പക്ഷേ ഡബ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് 2 ദിവസം വേണ്ടി വരും, എല്ലാ റീലിലും ഞാൻ കാണുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു. പുള്ളി ത്രൂ ഔട്ട് ഉണ്ട് തീർക്കും. ഞാൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പടത്തിന് എനിക്ക് അമേരിക്ക പോവാം, കലാഭവൻ മണി. അപ്പോൾ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു പടമായതുകൊണ്ട് 1 ദിവസമെങ്കിലും വരണം. അത് നമ്മളെ മകരവിളക്ക് തെളിയുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ വെച്ചായിരുന്നു ഷൂട്ടിങ്, കിഴക്ക്. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലൊക്കെയാണ് താമസം. അപ്പോൾ അതിൻ്റെ അകത്ത് ജഗതിച്ചേട്ടനുമുണ്ട്. ജഗതിച്ചേട്ടൻ്റെ മോനായിട്ടാണ് കലാഭവൻ മണി. അപ്പോൾ എനിക്ക് വേണ്ടി 1 ദിവസം വരാം എന്ന് പറഞ്ഞ് രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് മണിയെ ഞാനൊരു 8 മണിയായപ്പോൾ വിട്ടു. അന്ന് എന്ന് വെച്ചാൽ 23 സീനിലുണ്ട്. ആ 23 സീനും ഷൂട്ട് ചെയ്ത് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ മണിയുടെ പോർഷനും സോങ്ങിൻ്റെ ഒരു കട്ട്സ് ഉണ്ട് കുറച്ച്, അതും എടുത്തിട്ട് കറക്റ്റ് 8 മണിക്ക് തന്നെ വിട്ടു. പിന്നൊരു ദിവസമാണ് ജഗതിച്ചേട്ടൻ വരുന്നത്. അപ്പം നമ്മൾ ജഗതിച്ചേട്ടനെ വെച്ച് എടുത്തിട്ട് കറക്റ്റ് 2 പേർക്കും ഡൂപ്പ് ഉണ്ടാവും. ഈ ഡൂപ്പിൻ്റെ കഥയെന്ന് വെച്ചാൽ ജഗതിച്ചേട്ടൻ പലരോടും പറയും ഇങ്ങനെ, നിസാർ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. വന്നു കഴിഞ്ഞാൽ ശരി, ഇങ്ങോട്ടൊന്ന് തിരി, അങ്ങോട്ടൊന്ന് തിരി, ശരി ബാക്ക്, ഓക്കെ നീ ഫിക്സ്, വർക്ക് ചെയ്തോളം പറയും. അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഇവനെ ജഗതിയുടെ ഡൂപ്പാക്കാം, അല്ലെ ഇന്ന അങ്ങനെയുള്ള ഡൂപ്പ് ആക്കാൻ വേണ്ടിയാണ്. സാർ അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കാറുണ്ടോ സത്യം പറഞ്ഞാൽ? അല്ല, ആ പടത്തിൽ അങ്ങനെ 2 പേരും ഇതിൽ പിന്നെ ജയചേട്ടൻ നിൽക്കുമ്പോഴത്തേക്ക് ക്രോസ് ചെയ്ത് മണി പോകുന്നു ഒക്കെ ആ പടത്തിൽ എടുത്ത് 2 പേരും തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഡബ്ബിങ്ങിന് സീൻ കാണുമ്പോഴാണ് അവരച്ഛനും മോനുമാണ് എന്നുള്ള സംഭവം. അല്ല, ഈ അസിസ്റ്റന്റുമാരെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തന്ത്രം കൂടി മനസ്സിലുണ്ടോ? അങ്ങനൊന്നുമില്ല. ജയചേട്ടൻ ഇത് പറയുന്നത്, ജയചേട്ടൻ പിന്നെ ഏതോ എൻ്റെ ഒരു പടത്തിന് തിരുവനന്തപുരം, അത് ഞാനേലും കണ്ട പുള്ളി എഴുതി ഞാൻ വായിച്ചിട്ടുള്ളത്. പോകുമ്പോഴത്തേക്ക് കാറ് വിട്ട്, വിജയനാണ് ഡ്രൈവർ, കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയടാ ഗ്ലാസ് എടുത്തില്ല, ഒട്ടും തിരിച്ചു പോകുക, കണ്ണാടി എടുത്തില്ല, തിരിച്ചു പോകുക എന്ന് വണ്ടി വിജയൻ തിരിക്കുമ്പോഴത്തേക്ക് വേണ്ട തിരിക്കണ്ട, ഗ്ലാസ് എടുക്കണ്ട, നിസാറിൻ്റെ പടമാണ്, നമ്മളവിടെ ചെല്ലുമ്പോൾ അവൻ 5-6 ഗ്ലോസ് എടുത്തിട്ട് വിടും, ബാക്കി എല്ലാം ഡൂപ്പിനെ കൊണ്ട് എടുപ്പിക്കും, അതുകൊണ്ട് പൊക്കോളാൻ പറയും. ഞാൻ പറഞ്ഞില്ലേ, ജയചേട്ടനെ എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്മുടെ ഒരു സെറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞ് സ്ക്രിപ്റ്റും വായിച്ച് അതിലെ ഡയലോഗുകൾ കാണാപ്പാടം പറഞ്ഞ് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല. ഇടപോട ബന്ധം നിങ്ങൾ തമ്മിലല്ലേ? വളരെ സ്നേഹമാണ്, വളരെ സ്നേഹം എന്ന് വെച്ചാൽ വളരെ സ്നേഹം. നമ്മളെ ഒഴിവാക്കത്തില്ല എങ്ങനെങ്കിലും. 1 ദിവസമാണെങ്കിലും 1 ദിവസം, അതിപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിലും ശരി,
അതുപോലെ തന്നെ ആയിരുന്നു ഇന്നസെൻ്റ് ഏട്ടനും. ഇപ്പം നമ്മുടെ കയ്യിൽ നിനക്കെന്തെങ്കിലും കിട്ടിയോടെ എങ്ങനെ ചെറിയ പടമല്ലേ, ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. അവസാനം വരുന്ന എഡിറ്ററും ഡയറക്ടറും അങ്ങനെയുള്ളവരൊക്കെയാണല്ലോ. അപ്പോൾ ഈ അതേ സാറും ഈ ജഗതി തമ്മിൽ ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ ടേക്ക് സമയത്തുള്ളത് റിയൽ സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് ചെയ്ത് ചില ഷോട്ടുകൾ എടുക്കുമ്പോഴത്തേക്ക് അമ്പിളിച്ചേട്ടൻ പറയും, നിസാറെ വിളിച്ചിട്ട് പറയും, നീ കട്ട് പറയുന്നത് ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞേ ചെയ്യാവൂ, കട്ട് പറയാവുള്ളതെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു നമ്പർ മറ്റ് ആർട്ടിസ്റ്റുകൾ അറിയാതെ പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഞെട്ടിച്ചൊരു സംഭവത്തിൽ ഓർമ്മയുണ്ടോ സാറ് പോലും പ്രതീക്ഷിക്കാത്ത സാധനം? അല്ല, അങ്ങനെ മിക്ക ഷോട്ടിലും നല്ലൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാറുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും കയ്യിൽ നിന്ന് ഇടും അല്ലേ? എന്തെങ്കിലും കയ്യിൽ നിന്നുണ്ടാവും, അത് നമ്മളോട് പറയും. അല്ല, ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ തലയിൽ നിൽക്കുന്ന ആളാണ്. ഈ ഒരു സംഭവത്തിലേക്ക് വരും, ഇതെങ്ങനെ പുള്ളിക്ക് ഇതെല്ലാം തലയിൽ നിൽക്കുന്നത്? ആ സമയത്ത് പുള്ളി കറക്റ്റായിരിക്കും. ചളം വേണം. പുള്ളി ഏഷ്യാനെറ്റിലൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം മായാജാലം എന്ന് പറഞ്ഞ്. അത് ആദ്യത്തെ 10 എപ്പിസോഡ് അനിൽ ബാബുവിലെ അനിലാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ദിവസം ഫോൺ ചെയ്ത്, നീ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്, എങ്കിൽ വീട് വരെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വണ്ടി വിട്ട് വിളിപ്പിച്ചിട്ട് അത് 10 എണ്ണം. അനിലിനെ സ്പീഡ് പറ്റുന്നില്ലടാ. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റുമായിട്ട് സംസാരിച്ചു, നമുക്കൊരു 1.5-2 എപ്പിസോഡെങ്കിലും ഒരു ദിവസം ഷൂട്ട് ചെയ്തില്ലേ മുതലാകത്തില്ല, നീ എനിക്കത് ഷൂട്ട് ചെയ്ത് തരണം, അതിന് ഞാൻ നിനക്കെന്ത് തരണം? ഞാൻ പറഞ്ഞു, അമ്പിളിച്ചേട്ടൻ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്? അമ്പിളിച്ചേട്ടൻ ഇതുവരെ എന്നോട് എമൗണ്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാനും പറയത്തില്ല. അത് പറഞ്ഞു, ഞാനത് പിന്നെ ഞാനായിരുന്നു അത് ഷൂട്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ സാർ ആ സമയത്തൊക്കെ എല്ലാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജരും ഒക്കെ എന്നെയാണ് വിളിക്കുന്നത്. ഇനി അമ്പിളിച്ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്, പുള്ളി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഫോണും ഇല്ല, ഒന്നുമില്ല. പുള്ളി എന്നെ എന്ന് പറഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് എത്തും, പക്ഷേ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് പുള്ളിയുടെ മനസ്സിൽ പുള്ളി ഒരു പ്ലാനിങ് ഉണ്ടാവും. ആർക്ക് വേണ്ടി? അതിൽ എത്ര വലിയ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന പടമാണേലും ആ ഡേറ്റ് പുള്ളി വേറൊരു സാധാരണ പുതിയൊരു ഡയറക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആ ഡേറ്റിന് അവിടെ പോകത്തുള്ളൂ. പിന്നെ വലിയ നടൻ്റെ സെറ്റിലാണ് വിളിച്ചതെന്നുള്ള ധാരണയൊന്നുമില്ല. ആദ്യം ആർക്ക് കൊടുത്തോ പുള്ളിക്ക് ബഹുമാനം ഇതുള്ള. ചിലപ്പോൾ ആ പടത്തിൽ പോയി അഭിനയിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു പൈസ പോലും കിട്ടത്തില്ല, എങ്കിലും പുള്ളി അവിടെ പോകും. സാർ പിന്നെ ഈ സംഭവത്തിന് ശേഷം പോയി കണ്ടായിരുന്നു? ഞാൻ പോയി കണ്ടായിരുന്നു. സാറിനൊക്കെ തിരിച്ചറിഞ്ഞാൽ അന്ന് വളരെ പ്രയാസം. ഞാൻ പിന്നെ ഈ കഥകളൊക്കെ പറഞ്ഞു. കഥ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്ന് ആ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് നമുക്കിനി പകുതി പഴയ എനർജറ്റിക് ആയിട്ടുള്ള ജഗതി ചേട്ടനെ കിട്ടുമോ? സാധ്യത കുറവാണ്, വളരെ കുറവാണ്. സാറിനൊക്കെ തീരെ നഷ്ടം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ എത്രയായാലും 5 മണി 6 മണിയാകുമ്പോൾ റെഡിയാകും. ആലോചിച്ച് നോക്കുക, ഒരു ഇത്രയും സീനിയറായ. അവസാന പടം ഏതായിരുന്നു അദ്ദേഹം സാറിൻ്റെ കൂടെ അഭിനയിച്ചേ? സാറിൻ്റെ പടത്തിൽ എൻ്റെ എല്ലാ പടത്തിലും ഉണ്ടല്ലേ? മിക്ക എല്ലാ പടത്തിലും ഉണ്ട്. എല്ലാ പടത്തിലും ഒരു ദിവസമെങ്കിലും അഭിനയിച്ചിരിക്കും. സാർ ഏറ്റവും കൂടുതൽ നായകനെ വെച്ച് ചെയ്തേക്കുന്ന പടം ഏത് നായകനെ വെച്ച് കൂടുതൽ ചെയ്തേക്കുന്നത്? ഞാൻ കുട്ടേട്ടൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് 3 പടം 4 പടം കണ്ടുണ്ട്. സുരേഷ് ഗോപി ഒരു പടം അല്ലേ? സുരേഷ് ഗോപിയുടെ 2 പടം, രണ്ടാമത്തെ പടം ഇറങ്ങിയിട്ടില്ല. അതിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ പോയി. അല്ലല്ല, സുരേഷ് ഗോപിയുടെ ഫസ്റ്റ് പടം ബുള്ളറ്റ്. ആ ഒരു അനുഭവം വല്ല ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ളൊരു? അദ്ദേഹത്തിനോട് ഞങ്ങൾ ആദ്യം ബാബു ജനാർദ്ദനും ഞങ്ങളും കൂടെ പ്ലാൻ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു. അതന്ന് നടന്നില്ല. അത് ബാബു ജനാർദ്ദൻ്റെ സ്ക്രിപ്റ്റാണ് അത് ചെയ്തത്. അന്ന് അതെന്തോ പ്രൊഡ്യൂസറുടെ ഇതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ അതേ ഇത് വെച്ചാണ് പിന്നെ ആ പടമാണ് പിന്നെ വർണ്ണപ്പകിട്ടായിട്ട് ബാബു ജനാർദ്ദൻ തന്നെ വന്നത്. അതിനുശേഷം പിന്നെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേക്ക് ഞാൻ സുരേഷ് ഏട്ടനെ കാണും. സുരേഷ് ഏട്ടൻ സംഭവിച്ചു അങ്ങനെ ചെയ്തൊരു സംഭവമാണ് അത്. പുള്ളി കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, വേറെ ഒക്കെ പറഞ്ഞു. നമ്മൾ കഥയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു, വായിച്ച് കേൾപ്പിച്ചു. പുള്ളിയൊക്കെ പറഞ്ഞ് പുള്ളി ആ സമയത്ത് വരികയും നമ്മൾ പറയുന്ന ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞൊരു പടം കൂടെ ചെയ്ത് അത് ഇറങ്ങിയിട്ടില്ല. അത് പ്രൊഡ്യൂസർ ഒരു ചെറിയ ഇതുള്ളതുകൊണ്ട് ഇതുകൂടെ ഒരു വലിയ പടമായിരുന്നു, ബോസ് എന്ന് പറഞ്ഞത്. ബുള്ളറ്റ് പക്ഷെ അത്ര ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ പോയല്ലേ സാറേ? ആവറേജ് പോയത് പടമാണ്. വലിയ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വന്നു, സാറ്റലൈറ്റ് എല്ലാം കൂടെ വിറ്റ്. പിന്നെ റിലീസ് അത് ഇച്ചിരി ലേറ്റായി, അതിൻ്റെ ഒരു പളച്ചു പറ്റിയത്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു നല്ല ലീഡ് റോൾ ചെയ്തെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെന്ത് പോയി സുരേഷ് ഗോപി? അല്ല, അത് കഴിഞ്ഞൊരു പടം ഞാൻ ചെയ്ത് അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ചോദിച്ചു എന്തായി അത്, ഞാൻ പറഞ്ഞു ഉടനെ ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോഴും ചോദിക്കുന്നുണ്ടല്ലേ? ഇടയ്ക്ക് കാണും. അതെന്ത് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞായിരുന്നോ? എല്ലാം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഏകദേശം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞാണ്. അത് ആ പ്രൊഡ്യൂസർ വേറൊരു പടം തന്നെ അതേ സമയത്ത് ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ എന്തോ ഒരു സാമ്പത്തിക ബാധ്യത കാരണം ഇങ്ങനെ കിടക്കുക.